ക്രിസ്തുവിനോടുകൂടെ മരിക്കാത്ത ഒരുവനെ സ്നാനപ്പെടുത്തിയിട്ട് അർത്ഥമില്ല. എന്നാൽ മരിച്ചാൽ കുഴിച്ചിട്ടോ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല? ശവം വെച്ചോണ്ട് ഇരിക്കരുത്. മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തോണം? കുഴിച്ചിട്ടോണം. അപ്പൊ സ്നാനം ആവശ്യമാണോ? ആണ്. ആർക്കാ സ്നാനം? മരിച്ചവർക്ക്. അപ്പോൾ മരിക്കാതെ കുഴിച്ചിടരുത്, പക്ഷെ മരിച്ചാൽ കുഴിച്ചിടാതിരിക്കുകയും വരുത്. രണ്ടും മനസ്സിലാക്കണം. പറയുമ്പോൾ രണ്ടും പറയണമല്ലോ. മരിക്കാതെ കുഴിച്ചിടരുത്, പക്ഷെ മരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? മരിച്ചില്ലെങ്കിൽ കുഴിച്ചിടാൻ പാടില്ല. എന്നാൽ മരിച്ചാൽ കുഴിച്ചിടാതിരിക്കുകയും വരുത്. അതുകൊണ്ട് ബാപ്റ്റിസം ആവശ്യമാണ്. എന്നാൽ അകമേ ഉള്ള കാര്യങ്ങൾ നടക്കാതെ പുറമേ ഉള്ള കാര്യങ്ങൾ നടത്തുന്നതിനകത്ത് അർത്ഥമില്ല എന്നുള്ളതാണ് പോൾ പറയുന്നതായ കാര്യം. ഇനി നമുക്ക് ഉടമ്പടിയുടെ ആ സ്റ്റേജിലേക്ക് അതിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട്, ഉടമ്പടിയും പരിച്ഛേദനയും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മൾ പറഞ്ഞു. ഉടമ്പടിയെ കുറിച്ച് നമ്മൾ ആദ്യം നമ്മൾ കാണുന്നത് നോഹയുടെ കാലഘട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ നോഹയുടെ തന്നെ കർത്താവ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചല്ലോ. അതിന്റെ 6-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും, നീയും നിന്റെ പുത്രന്മാരും ഭാര്യമാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. അപ്പൊ ദൈവം ഒരു കവനന്റ് ചെയ്യുന്നുണ്ട്. കവനന്റ്, ആ കവനന്റിന്റെ അടയാളമാണ്. നോഹയോട് ശരിക്കും പറഞ്ഞാൽ പരിച്ഛേദന ഏൽക്കാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പരിച്ഛേദന നമ്മൾ ഓർക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഈ കവനന്റ് എന്നുള്ള വാക്കിന് തന്നെ ഒരു അർത്ഥമുണ്ട്. ബെറിയത് എന്ന് പറയുന്ന ആ വാക്കിന് കട്ട്, മുറിക്കുക എന്നൊരർത്ഥമാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ പരിച്ഛേദനയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വാക്കാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറയുന്നത്. ഒരു കട്ടിങ് ഉണ്ട്, കട്ടിങ് ടു അല്ലെങ്കിൽ മേക്ക് ഇറ്റ് ടു, ഒരു കവനന്റ് നടക്കുന്നുണ്ട്. ഈ കവനന്റിനകത്ത് ഒരു മുറിവുണ്ട്. ആ മുറിവെന്ന് പറയുന്നത് ഒരു സെപ്പറേഷനാണ്. ഒരു ഫോസ്കൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ യോജിപ്പിച്ച് വെക്കത്തില്ല, അത് ദൂരെ എറിഞ്ഞു കളയുന്നു. എന്നതുപോലെ ഒരു വ്യക്തി കവനന്റിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നടക്കുന്ന ഒന്നാമത്തെ കാര്യം ഒരു സെപ്പറേഷനാണ്. സെപ്പറേഷൻ നടക്കുമ്പോഴേ കവനന്റ് പൂർത്തീകരിക്കപ്പെടുത്തുള്ളൂ. അപ്പോൾ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, ഉടമ്പടിയിൽ ഒരു വേർപാടുണ്ട്. ഇന്നിപ്പോ ഇതിനൊന്നും വലിയ പ്രാധാന്യമൊന്നും ആൾക്കാർ കൊടുക്കുന്നില്ല. പക്ഷെ ഉടമ്പടിയിൽ വേർപാടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ആ വേർപാടിനെ കുറിച്ച് നമുക്ക് ഇതിനോട് ചേർന്ന് ചിന്തിക്കാം. എന്നാൽ ഇവിടുത്തെ സെപ്പറേഷനെ കുറിച്ച് നോഹയോട് പറയുമ്പോഴത്തേക്ക്, ഞാനോ നിന്നോടൊരു നിയമം ചെയ്യും, ഞാനൊരു കവനന്റ് നിയമമുണ്ടാക്കും. അടുത്ത പടി എന്താണ്? അടുത്ത പടി എന്ന് പറയുന്നത്, നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. അതായത് നിങ്ങൾക്കൊരു സെപ്പറേഷൻ ഉണ്ടാകണം. എവിടെ നിന്നാ സെപ്പറേഷൻ? ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സെപ്പറേഷൻ ഉണ്ടാകണം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർപാട്. എവിടെ നിന്നുള്ള വേർപാട്? ലോകത്തിൽ നിന്നുള്ള വേർപാടാണ്. ഈ ഉടമ്പടി, ഞാൻ പറഞ്ഞല്ലോ, ഉടമ്പടി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്, നമ്മുടെ ഭാഗത്തു നിന്നുള്ളതല്ല. അത് ദൈവം ചെയ്യുന്നതാണ്. പക്ഷെ ദൈവം ചെയ്ത അടുത്ത പണി എന്താണ്? വേർപെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഉടമ്പടി ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ഉള്ളതാണെന്നുള്ളതിന്റെ കാര്യം എന്താണ്? ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ അറിയാം, ബാക്കിയുള്ള സകല 6-ാം അധ്യായം തുടങ്ങുമ്പോൾ തൊട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമുണ്ട്. എല്ലാ മനുഷ്യരും, നോഹയുടെ തലമുറയിലെ, നോഹയുടെ കുടുംബം ഒഴികെയുള്ള സകല മനുഷ്യരും ദൈവിക വഴി വിട്ട് പിന്മാറിപ്പോയി. അതാണ് നമ്മൾ കാണുന്നത്. എല്ലാവരെയും ഒരുമിച്ച് നശിപ്പിക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തീരുമാനിച്ചു. പക്ഷേ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നമ്മൾ ചിന്തിക്കുന്നത് പോലെ കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് പ്രിൻസ് കൊണ്ടുവന്നൊന്നുമല്ല. കൃപ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ കുറച്ച് ഹൈപ്പർ ഗ്രേസുകാർ കൊണ്ടുവന്നൊന്നുമല്ല. കൃപ എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ ആദ്യം മുതൽ ദൈവം ഇടപെടുന്ന കാര്യമാണ് കൃപ. കൃപ ഇന്ന് മാത്രമല്ല, പഴയ നിയമത്തിൽ കൃപ ഇല്ലെന്ന് അവരും പറയുന്നു. അല്ല, പഴയ നിയമത്തിൽ കൃത്യമായിട്ട് പറയുകയാണ് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അപ്പൊ കൃപ ഇന്നുണ്ടായതല്ല. ഇതാ ഞാൻ പറഞ്ഞത്, വേദപുസ്തകം അറിയാൻ വയ്യാത്ത കുറച്ച് പിള്ളേർ അവിടെ ഇവിടെയൊക്കെ കിടന്ന് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അതിന്റെ പുറകെ പോയി ചാടരുത്. അവർ അത് ശരിയായിട്ട് വേദപുസ്തകം വായിക്കുന്നില്ല, പഠിക്കുന്നില്ല. ഇനി എന്തെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ അവർ വേദപുസ്തകം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ വായിക്കുന്നത് അതിന്റെ ഡിസ്റ്റോർട്ടഡ് വേർഷൻസ് ആണ്. അത് മനുഷ്യനെ വഴിതെറ്റിക്കാനായിട്ട് പിശാച് കൊണ്ടുവന്നിരിക്കുന്ന ഉപദേശം. കൃപ എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ വന്നപ്പോൾ പെട്ടെന്ന് ദൈവത്തിനും ഉണ്ടായ ഒരു കാര്യമല്ല. പഴയ നിയമത്തിലെ ദൈവം ഭയങ്കര കർക്കശക്കാരനും ആരെയും, പുതിയ നിയമത്തിൽ വന്നപ്പോഴാണ് ദൈവത്തിന് ഇച്ചിരി ഒരു വ്യത്യാസം ഉണ്ടായത്. പഴയ നിയമത്തിലെ ദൈവം എന്തോ ദൈവമായിരുന്നു. പുതിയ നിയമം വന്നപ്പോൾ ദൈവം അന്ന് മാറിപ്പോയി എന്നാ പലരും പറയുന്നു. അങ്ങനല്ല. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ.
അത് പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു, അതുകൊണ്ടാണ് ഉടമ്പടി ചെയ്തത്. അപ്പൊ ഉടമ്പടി എന്തിന്റെ പരിണിത ഫലമാണ്? കൃപയുടെ പരിണിത ഫലമാണ്. ഉടമ്പടി കൃപ കൊണ്ടാണ് ഉണ്ടാകുന്നത്, കവനന്റ് കൃപയാണ്. എന്നാൽ ഉടമ്പടിയുടെ അനന്തര നടപടി എന്ന് പറയുന്നത് സെപ്പറേഷനാണ്. ഉടമ്പടി കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത പരിപാടി എന്താണെന്നറിയാമോ? സെപ്പറേഷൻ. അപ്പോൾ സെപ്പറേഷനിലേക്ക് കടന്നില്ലെങ്കിൽ ഈ കൃപ ചിലപ്പോൾ നമുക്ക് പ്രയോജനപ്പെടാതെ പോകും. നോഹയോട് ദൈവം കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചത്? നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കമാൻഡ്മെന്റ്, ഇറ്റ് ഇസ് എ ലോ. ലോ ഉണ്ടായത് നമ്മൾ ചിലവ് പറയും, ചിലരൊക്കെ ചിന്ത എന്നറിയാമോ? സീനായി പർവ്വതത്തിൽ വെച്ച് ആദ്യമായിട്ട് കൽപ്പന ഉണ്ടായിരുന്നു. അല്ല പ്രിയമുള്ളവരെ, കൽപ്പന ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ തുടങ്ങിയതാണ്. ആദമിനോട് ഹവ്വയോട് പറയുന്നത് ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നീ തിന്നരുത്. അതെന്തുവാ? സജഷനാണോ കൽപ്പനയാണോ? കൽപ്പനയാണ്. അപ്പൊ കൽപ്പന എവിടെ തൊട്ടേ ഉണ്ട്? ഏദൻ തോട്ടം മുതൽ കൽപ്പനയുണ്ട്. കൃപയുണ്ട്, കൽപ്പനയുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലായോ? കൃപയുണ്ട്, കൽപ്പനയുണ്ട്. കൃപ ലഭിച്ചവനാണ് കൽപ്പന കൊടുക്കുന്നത്. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു, അവനെ സെപ്പറേറ്റ് ചെയ്തു, കൽപ്പിച്ചു. എന്ത് കൽപ്പിച്ചു? നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. I want you to separate yourself from the world. ഈ ലോകത്തോട് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടെ നിന്ന് നീ എന്ത് ചെയ്യണം? മാറി നിൽക്കണം. അതിനോട് യോജിച്ചു പോകരുത്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിരിക്കുന്നതായ അളവിൽ പെട്ടകമുണ്ടാക്കി ആ പെട്ടകത്തിൽ നീ കടക്കണം. നിന്റെ ഭാര്യയും നിന്റെ പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും അതിന്റെ ഉള്ളിൽ കടക്കണം. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടവർക്കാണ് സുരക്ഷയുള്ളത്. കൽപ്പന അനുസരിക്കും. അതായത് ദൈവത്തിന്റെ ഉടമ്പടി കൃപയാണ്, പക്ഷേ ഉടമ്പടിയുടെ അനന്തരഫലം അല്ലെങ്കിൽ അനന്തര നടപടി സെപ്പറേഷനാണ്. ആ സെപ്പറേഷൻ അനുസരിക്കുന്നവർക്കാണ് സുരക്ഷ ഉണ്ടാകുന്നത്. ഓക്കെ, അതനുസരിച്ച് കർത്താവ് ചെയ്യുന്നതെന്നറിയാമോ? വേർപ്പെടുത്തിയെടുത്തു. സെപ്പറേഷൻ. ഉടമ്പടി ചെയ്തു, കവനന്റ് കൃപയാണ്, പക്ഷേ ഇപ്പോൾ വേർപെടുത്തി, ലോകത്തിൽ നിന്ന് വേർപെടുത്തി. എന്നാൽ വേർപെടുത്തിയത് കൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. വേർപെടുത്തിയിട്ട് നിങ്ങളൊക്കെ ആണെങ്കിൽ തുഴഞ്ഞെങ്ങനെങ്കിലും രക്ഷപ്പെടാൻ നോക്കിക്കൊള്ളാൻ പറഞ്ഞൊന്നും കർത്താവ് ആ രീതിയിൽ അവരെ വിടുകയല്ല. കർത്താവ് അവരോട് നിരന്തരമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്നു. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. വേദോസം പറയുന്നത് നോവ വാക്ക് വിത്ത് ഗാഡ്. നോഹ ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ വേർപെടുത്തി കഴിഞ്ഞാൽ അടുത്തത് എന്താന്ന് ചോദിച്ചാൽ, അതായത് ഉടമ്പടി സെപ്പറേഷൻ. സെപ്പറേഷൻ കഴിഞ്ഞാൽ അടുത്തത് യൂണിഫിക്കേഷൻ ആണ്, യോജിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ യൂണിയൻ ആവും, അല്ലെങ്കിൽ എന്താ അതിനെ പറയുന്നത്? ഏകീഭവിപ്പിക്കുകയാണ്. അവിടെ പിന്നെ നോഹ എന്ത് ചെയ്യുക? നോഹ പിന്നെ ലോകത്തിന്റെ കൂടെ അല്ല നടക്കുന്നത്. നോഹ ആരുടെ കൂടെ നടക്കുന്നത്? ദൈവത്തിന്റെ കൂടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് നമ്മളെ വേർതിരിച്ച് ദൈവവുമായിട്ട് യുണൈറ്റ് ചെയ്യുന്ന, വി ആർ സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ് ആൻഡ് യുണൈറ്റഡ് വിത്ത് ഗാഡ്. അപ്പൊ കവനന്റിൽ ഇതെല്ലാം ഉണ്ട്. കവനന്റ് ദൈവത്തിന്റെ കൃപയാണ്, പക്ഷെ കവനന്റ് ഉണ്ടായാൽ അടുത്തത് സെപ്പറേഷൻ ആണ്. സെപ്പറേഷൻ കഴിഞ്ഞാൽ അടുത്തത് യൂണിഫിക്കേഷൻ ആണ്. നമ്മളെ എന്ത് ചെയ്യുകയാണ്? ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്, യോജിപ്പിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ യോജിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ തീരുകയാണ്. അവിടെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രൊട്ടക്ഷൻ ഉണ്ട്, പക്ഷെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണയുടെ ഭാഗം. 1 പത്രോസ് 3:20 നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അന്ന് അല്പജനം എന്ന് വെച്ചാൽ 8 പേർ പെട്ടകത്തിൽ കടന്ന്, 1 പത്രോസ് അതിന്റെ 3 അതിന്റെ 20 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. അപ്പോൾ പെട്ടകത്തിന് പുറത്ത് ലോകം പെട്ടകത്തിന് പുറത്ത്. ഓക്കെ, പെട്ടകത്തിന്റെ പുറത്തുള്ളത് ലോകമല്ല. എവിടെയാണ്? പെട്ടകത്തിന് പുറത്താണ്. പെട്ടകത്തിനകത്താണ് ഉള്ളത് ദൈവം. ഗോഡ് ഈസ് ഇൻസൈഡ്. അതുകൊണ്ടാണല്ലോ ദൈവത്തിന്റെ കൂടെ നടക്കാൻ നോഹയ്ക്ക് കഴിയുന്നു. അല്ലെങ്കിൽ ദൈവവുമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പെട്ടകം പറഞ്ഞത് അതിനകത്ത് ഇവരെ ആക്കി വെച്ച് എന്നാ പിന്നെ ഞാനങ്ങ് പോവാന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പോയില്ല. അങ്ങനെ പോകത്തില്ല.
യേശുവിനോട് ചേരുവാനായിട്ട് നമ്മൾ അവിടെ തന്നെ പറയുന്നുള്ളൂ, ഇത് സ്നാനത്തിന് ഒരു മുൻകൂടി, അത് സ്നാനത്തിന് ഒരു മുൻകൂടി. സ്നാനം ഇപ്പോൾ ജലത്തിന്റെ അരികിൽ കളയുന്നതിനല്ല, ദൈവത്തോടുള്ള നമ്മളെ നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ട് അത്ര യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിൽ നമ്മെ രക്ഷിക്കുന്നു. നോക്കുക, സ്നാനം എന്ന് പറയുന്നത് സെപ്പറേഷനാണ്. എന്താണ് സെപ്പറേഷൻ? ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. പിന്നെയോ ഉയർത്തെഴുന്നേറ്റിട്ട് ഓക്കെ ബൈ ജീസസ്, ഓ താങ്ക് യു വെരി മച്ച്, എന്നാ പിന്നെ നമുക്ക് പിന്നെ കാണാം, അടുത്ത ഞായറാഴ്ച കാണാമെന്ന് പറഞ്ഞ് പോവുകയല്ല. നാമും അവനോട് കൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പൊ സെപ്പറേഷൻ യൂണിയനിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ സെപ്പറേഷൻ കൊണ്ട് പ്രയോജനമില്ല. സെപ്പറേഷൻ വേണം, പക്ഷേ സെപ്പറേഷൻ കഴിഞ്ഞാൽ എന്ത് വേണം? യൂണിയൻ വേണം. അങ്ങനെ നമ്മൾ യുണൈറ്റഡ് ആയി കഴിഞ്ഞാൽ, ഇപ്പൊ യേശു കർത്താവുമായിട്ട് നമ്മൾ വി ആർ യുണൈറ്റഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഇൻ ഹിസ് ഡെത്ത്. നമ്മൾ ക്രിസ്തുവിനോടുകൂടി അവന്റെ മരണത്തിൽ പങ്കാളികളായിത്തീർന്നു. മരണത്തിൽ മാത്രമല്ല, അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു, അവനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതെന്ന് തന്നെ. കൊലോസ്യരുടെ 3-ാം അധ്യായമൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുന്ന, അതായത് ഒരിക്കൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കെട്ടഴിയത്തില്ല. ഇത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ യൂണിയൻ ആവശ്യമെന്ന് പറയുന്നത്. നമ്മൾ ബാപ്റ്റിസം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാണ്? വി ആർ യുണൈറ്റഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. പിന്നെ ഈ കെട്ട് അഴിയത്തില്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ അവസാനമല്ല, നിത്യത വരെയും നമ്മൾ ആരുമായിട്ട് യുണൈറ്റഡ് ആണ്? യേശു കർത്താവുമായിട്ട് യുണൈറ്റഡ് ആണ്. അപ്പോൾ സെപ്പറേഷൻ, യൂണിഫിക്കേഷൻ. അപ്പോൾ ദൈവം നോഹയെ വിളിച്ചു, പെട്ടകത്തിനകത്ത് കയറ്റി, പെട്ടകത്തിന് പുറത്ത് ലോകം, പെട്ടകത്തിനകത്ത് ദൈവം. സെപ്പറേഷൻ നടന്നു. ഇപ്പൊ നോഹയും കുടുംബവും ആരുടെ കൂടെയാണ്? ദൈവത്തിന്റെ കൂടെ. പെട്ടകത്തിന്റെ പുറത്ത് ലോകം. ഇതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതം. ഇതാണ് ഉടമ്പടി. ലോകത്തെ പുറത്തു നിർത്തുക, ദൈവത്തിന്റെ പെട്ടകത്തിനകത്തേക്ക് കയറുക. അതിനകത്ത് ദൈവമുണ്ട്. പിന്നെ നമ്മുടെ കമ്മ്യൂണിയൻ ആരുമായിട്ടാണ്? ദൈവവുമായിട്ടാണ്. ആ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിയൻ നടന്നു കഴിയുമ്പോൾ ആ കമ്മ്യൂണിയനില്, ആ സംസർഗത്തിൽ ദൈവം എന്ത് ചെയ്യാന്നറിയാമോ? നമ്മളെ ഒരു പുതിയ ലോകത്തിന് വേണ്ടി ഒരുക്കുകയാണ്. നോഹ അങ്ങനെ തന്നെയായിരുന്നു. നോഹയെ പെട്ടകത്തിൽ സൂക്ഷിച്ച് അവനെ എക്വിപ്പ് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ഒരു പുതിയ ലോകത്തിന് വേണ്ടി. അതാണ് പിന്നീട് നമ്മൾ 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ കാണുമ്പോഴത്തേക്ക് ആ ഒരു പുതിയ ലോകത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തില് 9-ാം അധ്യായത്തിൽ നമ്മൾ നോഹയെ അവരുടെ പുത്രന്മാരെയും, അതിന്റെ ദൈവം നോഹയെയും 1-ാമത്തെ വാക്യം മുതൽ ദൈവം നോഹയെയും അവരുടെ പുത്രന്മാരെയും അനുഗ്രഹിച്ചവരുടെ ചെയ്തത്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. അതൊരു പുതിയ ലോകമാണ്. ഈ വാക്ക് നേരത്തെ വേറൊരാളെ പറഞ്ഞിട്ടുള്ളൂ. അത് ആദാമിനോടാണ്. ആദാമിനെ ഭൂമിയിലേക്ക് ആക്കിയിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. ഇപ്പൊ നോഹയോടും പറയാണ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. എന്താണെന്നറിയാമോ? ദൈവത്തെ പ്രതിനിധീകരിച്ച് ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യനാണ് ആദാം. ആദാം തെറ്റിപ്പോയി. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ആ തലമുറയെ നശിപ്പിച്ച് നോഹയെ തെരഞ്ഞെടുത്തു. നോഹ പറയാണ്, ഇനി നീയാണ് എന്നെ പ്രതിനിധീകരിച്ച് ലോകത്തിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ആദാം തെറ്റിപ്പോയതുപോലെ നോഹയുടെ തലമുറയും തെറ്റിപ്പോയി. നോഹയുടെ തലമുറ തെറ്റിപ്പോയപ്പോൾ ദൈവം തെരഞ്ഞെടുത്തതാണ് അബ്രഹാമിനെ. അപ്പൊ ദൈവം ഓരോ കാലഘട്ടത്തിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുകയാണ്. എന്നാൽ അബ്രഹാമിനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ദൈവം സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറയുമെന്നല്ല പറയുന്നത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, കർത്താവ് ഓൾറെഡി പ്രോമിസ് ചെയ്തു, ഇനി പാപം ചെയ്താൽ പോലും ഇവരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഞാൻ അങ്ങ് നശിപ്പിച്ച് കളയുകയില്ല. അതുകൊണ്ട് നേരത്തെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതായിരുന്നു ദൈവിക പദ്ധതി, മനുഷ്യനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി. എങ്കിൽ ഇനിയിപ്പോൾ ഓൾറെഡി ലോകത്തിൽ ജനങ്ങളുണ്ട്. അബ്രഹാമിനോട് പറയുന്നത് അറിയാമോ? I will bless you so that you shall be a blessing and all the families of the earth shall be blessed by you. അതായത് ഞാൻ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്നില്ല, പകരം അനുഗ്രഹം നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് നീ പൊക്കോണം. എന്താണെന്നറിയാമോ? ചെന്ന് ഭൂമിയിലെ സകല വംശത്തെയും അനുഗ്രഹിച്ചോണം. നേരത്തെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു, ഇപ്പൊ പറയുന്നത് ഇൻഫിൽട്രേറ്റ് ചെയ്യാനാ. ഈ അനുഗ്രഹം എല്ലാവർക്കും കൂടെ കൊടുക്കാൻ. അപ്പോൾ അബ്രഹാമിന്റെ കാലം മുതൽ ദൈവത്തിന്റെ സ്ട്രാറ്റജി മൾട്ടിപ്ലൈ ചെയ്യാനല്ല. മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എന്താണ്? ഇൻഫിൽട്രേറ്റ് ചെയ്യുക. ഈ അനുഗ്രഹത്തിന്റെ വാഹകരായി നമ്മൾ എന്ത് ചെയ്യാണ്? ലോകത്തിലേക്ക് പോയി ശപിക്കപ്പെട്ട ഭൂമിയെ അനുഗ്രഹിക്കപ്പെട്ടതാക്കാനായിട്ട് ദൈവം നമ്മളെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അവിടെയും കവനന്റിന്റെ പ്രത്യേകതയുണ്ട്. ദൈവം അബ്രഹാമുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട്. 12-ാം അധ്യായത്തിലാണ് കർത്താവ് അബ്രഹാമിനെ തെരഞ്ഞെടുക്കുന്നത്, ഉൽപ്പത്തി പുസ്തകം. എന്നാൽ അവിടെ വെച്ച് അതാണ് ഉടമ്പടി. തെരഞ്ഞെടുപ്പ് തന്നെ ഉടമ്പടിയാണ്. എന്നാൽ ആ ഉടമ്പടി എക്സ്പ്ലസിറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് 15-ാമത്തെ അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ദൈവം അവന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ലോത്ത് അവനെ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞപ്പോൾ
ദൈവം അവനെ പ്രത്യക്ഷപ്പെട്ടു. അവനോട് ദൈവം പ്രോമിസസ് എല്ലാം കൊടുക്കുന്നുണ്ട്. പ്രോമിസസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, ഒരു കവനന്റ് ഉണ്ടാക്കി. നേരത്തെ ഉള്ളതാണ് നിയമം, പക്ഷെ അത് അവനുമായിട്ട് ഷെയർ ചെയ്തു. ദൈവത്തിന്റെ കവനന്റ് നിത്യമായ കവനന്റ് ആണ്. പക്ഷെ ദൈവം അബ്രഹാമിനോട് പറയാണ്, യെസ്, ഞാൻ നിന്റെ സന്തതിയെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ സന്തതിയെ ഈ ഭൂമിയിൽ നിറയുമാറാക്കും. ഇങ്ങനെയെല്ലാം അവനോട് ഒരു കവനന്റ് ചെയ്യുകയാണ്. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി മുതൽ തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെ ഉള്ള ഈ ദേശത്തെ കൊടുക്കും. ഉടമ്പടി ചെയ്യുകയാണ്. അങ്ങനെ ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് 17-ാം അധ്യായത്തിൽ നമ്മൾ എന്തിനെ കാണുന്നത്? പരിച്ഛേദനയെ കാണുന്നത്. 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ, എനിക്കും നിനക്കും മധ്യേ ഞാൻ ഒരു നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. 4-ാമത്തെ വാക്യത്തിൽ, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. അവിടെ എല്ലാം കവനന്റാണ് പറയുന്നത്. എന്നിട്ടാണ് പറയുന്നത് 9-ാമത്തെ വാക്യത്തിൽ, ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീ നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിയും എന്റെ നിയമം പ്രമാണിക്കണം, ഈ കവനന്റിൽ നിങ്ങൾ നിലനിൽക്കണം. അതിന്റെ അടയാളമായിട്ട് നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. പരിച്ഛേദന ഏൽക്കണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേഷനാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, പരിച്ഛേദന എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നത് അതിന് പറ്റിയ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ആംബ്ലിക്കൽ കോഡ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ പൊക്കിൾ കൊടി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. നമുക്കറിയാം, ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ആ കുഞ്ഞിന്റെ സകലവിധമായ പരിപോഷണവും നടക്കുന്നത് അതിന്റെ വായിലൂടെ അല്ല, ശ്വാസത്തിലൂടെ ഒന്നുമല്ല. എന്താണ്? ആ ആംബ്ലിക്കൽ കോഡിലൂടെ അമ്മയിൽ നിന്ന് കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കംപ്ലീറ്റ് സോഴ്സ് ആരുടേതാണ്? ആ അമ്മയുടേതാണ്. അമ്മയുമായിട്ടുള്ള രക്തബന്ധമാണ്. അമ്മയുടെ രക്തത്തിൽ നിന്നാണ് ഇത് കുഞ്ഞിന് എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നത്. എന്നാൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആംബ്ലിക്കൽ കോഡ് നമ്മൾ കട്ട് ചെയ്ത് കളയും. അതിന്റെ അർത്ഥം എന്നാ? ഇനിയിപ്പോൾ ഈ അമ്മയുടെ വൂമ്പില് അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ കുഞ്ഞിനൊന്നും സ്വീകരിക്കാനായിട്ട് കഴിയില്ല. അത് പുതിയൊരു ലോകത്തിലേക്ക് പ്രവേശിച്ചു. ഇനിയിപ്പോൾ അമ്മയുമായിട്ട് ബന്ധമുണ്ട്, പക്ഷെ അമ്മയുടെ ഗർഭപാത്രവുമായിട്ട് ബന്ധമില്ല. പഴയ ലോകത്തെ ഉപേക്ഷിച്ചു. പഴയ ലോകം തീർന്നു, കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. ഇനി യാതൊരു ബന്ധങ്ങളുമില്ല. അതാണ് കട്ട് ചെയ്യാന്ന് പറയുന്നത്. ഇവിടെ പരിച്ഛേദന എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു സിംബലായിട്ടാണ് നമ്മൾ കാണുന്നത്. ദൈവം അബ്രഹാമിനോട് പറയുന്നു, അബ്രഹാമേ, ഞാൻ നിന്നെ വിളിച്ചു, ഞാനും നീയുമായിട്ടൊരു കവനന്റ് ഉണ്ടാക്കി. ആ കവനന്റിന്റെ അടയാളമായിട്ട് നീ ഈ ആംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുന്നത് പോലെ ഇതുവരെ നിനക്ക് ലോകത്തോടുണ്ടായിരുന്ന സകല ബന്ധങ്ങളും വിച്ഛേദിച്ചേ പറ്റും.